ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഡു ഡസ് ഡിറ്റിനെ കുറിച്ചിട്ട് പഠിക്കാം. ഇത് ഭയങ്കര കോമൺ ആയിട്ടുള്ള വേർഡ്സ് ആണ് അല്ലേ. ഇത് നമുക്ക് ക്വസ്റ്റ്യൻസിലും നെഗറ്റീവ് സെന്റൻസിലും അതുപോലെ തന്നെ എന്തെങ്കിലും ഒന്ന് എംഫസിസ് പറയാനൊക്കെ ഇത് യൂസ് ചെയ്യാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എന്താണ് ഡു? ഡു പറഞ്ഞാൽ ചെയ്യുക. ഓക്കെ, ഇത് നമ്മൾ പ്രസന്റ് ടെൻസിൽ ഐ യു ദേ വി എന്ന സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യും. ഇതിന്റെ സ്ട്രക്ചർ നോക്കാം. സബ്ജക്ട് പ്ലസ് ഡു പ്ലസ് ബേസ് വേർബ്. ഓക്കെ, എക്സാമ്പിൾസ് നോക്കാം. നീ നിന്റെ ജോലി നന്നായി ചെയ്യുന്നു. ഇത് നമുക്ക് എങ്ങനെ പറയാം? അതേതാണ് സബ്ജക്റ്റ് അല്ലേ, യു ആണ് സബ്ജക്ട്. സോ നമ്മൾ ഏത് യൂസ് ചെയ്യണം? ഡു യൂസ് ചെയ്യണം കേട്ടോ. സോ യു ഡു, ദെൻ ബേസ് വേർബ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബട്ട് ഇവിടെ നമുക്ക് മെയിൻ വേർബായിട്ട് വരുന്നതും ഡു തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ഒരു വേർബിന്റെ ആവശ്യമില്ല. ഇവിടെ മെയിൻ വേർബായിട്ട് ആക്ട് ചെയ്യും. സോ ഡു എന്നുള്ളതും ബേസ് വേർബും ഡു തന്നെ മതി. അപ്പൊ എങ്ങനെ പറയും? നീ നിന്റെ ജോലി നന്നായി ചെയ്യുന്നു. യു ഡു യുവർ വർക്ക് വെൽ. ഇനി നമ്മൾ രാവിലെ എക്സസൈസ് ചെയ്യുന്നു, അതായത് വ്യായാമം ചെയ്യുന്നു. അതെങ്ങനെ പറയാം? നമ്മൾ എന്നാണല്ലേ. സോ വി. ഓക്കെ, ഫസ്റ്റ് സബ്ജക്ട്. സോ വി ഡു. ദെൻ എന്താ ചെയ്യുന്നത്? എക്സസൈസ്. ഇവിടെ നമുക്ക് മെയിൻ വേർബായിട്ട് വരുന്നത് ഡു തന്നെയാണ്. സോ ഡു മതി കേട്ടോ. ഡു ഇസ് എനഫ്. സോ വി ഡു എക്സസൈസ് ഇൻ ദി മോർണിംഗ്. രാവിലെ എന്ത് ചെയ്യുന്നു? എക്സസൈസ് ചെയ്യുന്നു. ഇനി ഞാൻ എല്ലാത്തിലും എൻ്റെ മികച്ചത് ചെയ്യുന്നു. എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ ചെയ്യാറുണ്ട്. ഇതെങ്ങനെ പറയാം? ഐ ഡു മൈ ബെസ്റ്റ് ഇൻ എവറിത്തിങ്. എല്ലാ കാര്യത്തിലും ഞാൻ എൻ്റെ ബെസ്റ്റ് ചെയ്യാറുണ്ട്. സോ ഇവിടെ എന്താണ്? ഡു എന്ന് പറയുന്നത് തന്നെയാണ് മെയിൻ വേർബും. അവർ ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്നു. അപ്പൊ അവർ എന്ന് പറഞ്ഞാൽ ദേ. ഓക്കെ, ദേ ഡു ബിസിനസ് ടുഗെദർ. ഓക്കെ, ഒരുമിച്ച് ചെയ്യുന്നു. ഇനി ഡസ് നമ്മൾ എവിടെ യൂസ് ചെയ്യുക? ഡസ് പ്രസന്റ് ടെൻസിൽ സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടുള്ള ഹി ഷീ ഇറ്റിന്റെ കൂടെയാണ് നമ്മൾ ഡസ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ സ്ട്രക്ചറും മറ്റേതുപോലെ തന്നെ സിമ്പിൾ ആണ്. അതായത് സബ്ജക്ട് പ്ലസ് ഡസ് പ്ലസ് ബേസ് വേർബ്. സോ ഇവിടെ അവിടെ പറഞ്ഞതുപോലെ തന്നെ ഡസ് മെയിൻ വേർബായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് എനഫ്. ഓക്കെ, ഇനി എക്സാമ്പിൾസ് നോക്കാം. അവൾ തൻ്റെ ജോലി ശ്രദ്ധയോടെ ചെയ്യുന്നു. ഇതെങ്ങനെ പറയാം? ഫസ്റ്റ് ഏതാണ്? സബ്ജക്റ്റ് ആണ്. സോ ഷീ ദെൻ ഡസ്. ഓക്കെ, ഷീ ഡസ് ഹർ വർക്ക് കെയർഫുള്ളി. ഇവിടെ നമുക്ക് വേറെ വേർബ് ഒന്നും വരുന്നില്ല അല്ലെ. ഡസ് തന്നെയാണ് മെയിൻ വേർബായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ എങ്ങനെ പറഞ്ഞാൽ മതി. എങ്ങനെ പറയേണ്ടത്? ഷീ ഡസ് ഹർ വർക്ക് കെയർഫുള്ളി. ഇനി അവൻ രാവിലെ വ്യായാമം ചെയ്യുന്നു. എങ്ങനെ പറയാം? ഹി ഡസ് എക്സസൈസ് ഇൻ ദി മോർണിംഗ്. ഓക്കെ, വെരി സിമ്പിൾ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മൾ രാവിലെ എക്സസൈസ് ചെയ്യുന്നു എന്ന്. എങ്ങനെ പറഞ്ഞു? വി ഡു എക്സസൈസ് ഇൻ ദി മോർണിംഗ്. ഓക്കെ, ഡിഫറൻസ് മനസ്സിലായി വിചാരിക്കുന്നു. ജസ്റ്റ് ഒരു സിമ്പിൾ ഡിഫറൻസ് അല്ല. അതായത് അവിടെ ഡൂവും ദേ ആയതുകൊണ്ട് അവിടെ ഡൂവും, ഇവിടെ ഹി ആയതുകൊണ്ട് ഡസും. അത് സ്വയം ജോലി ചെയ്യുന്നു. ഇവിടെ എന്താണ്? അത് എന്നാണല്ലേ. സോ ഇറ്റ് ആണ് വരേണ്ടത്. ഇറ്റ് ഡസ് ദി വർക്ക് ഓട്ടോമാറ്റിക്കലി. ഓക്കെ, സോ ഡു ഡസ് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഡിഡ് നോക്കാം. ഡിഡ് നമ്മൾ പാസ്റ്റ് ടെൻസിൽ എല്ലാ സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യും. അതായത് ഐ യു ദേ വി ഹി ഷീ ഇറ്റ് അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ യൂസ് ചെയ്യും. സിംഗുലർ പ്ലൂരൽ ഒന്നുമില്ല. ഇതിന്റെ സ്ട്രക്ചറും എന്താണ്? സിമ്പിൾ ആണ്. സബ്ജക്ട് പ്ലസ് ഡിഡ് പ്ലസ് ബേസ് വേർബ്. ഓക്കെ, എക്സാമ്പിൾസ് നോക്കാം. അവൻ പ്രസന്റേഷൻ നന്നായി ചെയ്തു. എങ്ങനെ പറയാം? ഹി ഡിഡ് ദി പ്രസന്റേഷൻ വെരി വെൽ. ഓക്കെ, സ്ട്രക്ചർ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അവർ കഴിഞ്ഞ മാസം ഒരു നീണ്ട യാത്ര പോയി. കുറച്ച് ദിവസം നീണ്ട ഒരു യാത്ര പോയി. എങ്ങനെ പറയാം? ദേ ഡിഡ് എ ലോങ് ജേർണി ലാസ്റ്റ് മന്ത്. കഴിഞ്ഞ മാസം എന്ന് പറയാം ലാസ്റ്റ് മന്ത്. ഞങ്ങൾ വീട്ടിൽ ഒരു ചെറിയ ആഘോഷം നടത്തി. ഞങ്ങൾ അല്ലേ. സോ വി ഡിഡ് എ സ്മോൾ സെലിബ്രേഷൻ അറ്റ് ഹോം. എന്താണ്? വി ഡിഡ് എ സ്മോൾ സെലിബ്രേഷൻ അറ്റ് ഹോം. ഇനി ഞാൻ ഇന്നലെ ഒരുപാട് വായിച്ചു. എങ്ങനെ പറയാം? ഐ ഡിഡ് എ ലോട്ട് ഓഫ് റീഡിങ് യെസ്റ്റർഡേ. സോ ഈ ഡിഡിൻ്റെ കേസിലും എങ്ങനെ തന്നെയാണ് വന്നത്? ഡിഡ് മെയിൻ വേർബായിട്ടാണ് ആക്ട് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ ഒന്നും നെക്സ്റ്റ് ഒരു ബേസ് വേർബായിട്ട് നെക്സ്റ്റ് വേർബ് കൊടുത്തിട്ടില്ല കേട്ടോ. സോ ഡു ഡസും ഡിഡും അതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യുമ്പോഴും നമ്മൾ ഡു അല്ലെങ്കിൽ ഡസ് യൂസ് ചെയ്യും. എവിടെ ഡു യൂസ് ചെയ്യുക? ഐ യു ദേ വി സബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡു വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇതിന്റെ സ്ട്രക്ചർ നോക്കാം. ഡു പ്ലസ് സബ്ജക്ട് പ്ലസ് ബേസ് വേർബ്. ഓക്കെ, ബേസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. ദെൻ ക്വസ്റ്റ്യൻ മാർക്ക്. ക്വസ്റ്റ്യൻ മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് മാർക്കരുത്. എല്ലാ ദിവസവും നീ കോഫി കുടിക്കുമോ? എങ്ങനെ പറയാം? ഡു യു ഡ്രിങ്ക് കോഫി എവറി ഡേ? നാളെ നമുക്ക് ക്ലാസ് ഉണ്ടോ? എങ്ങനെ ചോദിക്കാം? ഡു നമുക്ക് നാളെ ക്ലാസ് ഉണ്ടോ എന്നാണ്. സോ വി ആണ്. അപ്പോൾ ഡു വി ഹാവ് ക്ലാസ് ടുമോറോ? നമുക്ക് നാളെ ക്ലാസ് ഉണ്ടോ? അവർ വൈകുന്നേരം ബാഡ്മിൻ്റൺ കളിക്കുമോ? എങ്ങനെ ചോദിക്കാം?
അവർ ആണല്ലേ. സോ ഡു ദേ പ്ലേ ബാഡ്മിന്റൺ ഇൻ ദി ഈവനിങ്? വൈകുന്നേരം കളിക്കൂ. ഇനി നിനക്ക് ഈ നിയമം മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെ ചോദിക്കാം? ഡു യു അണ്ടർസ്റ്റാൻഡ് ദിസ് റൂൾ? ഈ നിയമങ്ങളൊക്കെ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഡു യു അണ്ടർസ്റ്റാൻഡ് ദിസ് റൂൾ? അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ബേസ് വേർബ് വന്നിട്ടുണ്ടല്ലേ. സോ അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ പ്ലേ അല്ലെങ്കിൽ ഡ്രിങ്ക് ഇതൊക്കെ എന്താണ്? വേർബാണ്. അപ്പോൾ ഡു അല്ലെങ്കിൽ ഡു കഴിഞ്ഞിട്ടും എന്ത് വന്നിട്ടുണ്ട്? വേർബ് വന്നിട്ടുണ്ട്. ഇനി ഡസ് വെച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം? ഇതുപോലെ തന്നെയാണ്. ഡസ് പ്ലസ് സബ്ജക്ട് പ്ലസ് ബേസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, അപ്പൊ ഡസ് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതൊക്കെ സബ്ജക്ട് വരുമ്പോഴാണ്? ഹി ഷീറ്റ്, അതായത് സിംഗുലർ സബ്ജക്ട്സ് വരുമ്പോഴാണ് നമ്മൾ ഡസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞായറാഴ്ച അവൻ ജോലി ചെയ്യുമോ? ഡസ് ഹി വർക്ക് ഓൺ സൺഡേസ്? ഞായറാഴ്ച അവൻ ജോലി ചെയ്യുമോ? ഓക്കെ, ഡസ് ഹി വർക്ക് ഓൺ സൺഡേസ്? അവൾ രാത്രിയിൽ പഠിക്കുമോ? കുട്ടികൾ തമ്മിലുള്ളതാവും. പഠിക്കുന്ന കുട്ടികൾ അവളൊന്നിപ്പോൾ രാത്രി പഠിക്കണ്ടാവും. എന്നോട് പഠിക്കുന്നില്ല പറഞ്ഞിട്ട് അവളെയൊന്നും പഠിക്കാവോ? ചോദിക്കാം. ഡസ് ഷീ സ്റ്റഡി അറ്റ് നൈറ്റ്? ഡസ് ഷീ സ്റ്റഡി അറ്റ് നൈറ്റ്? അവൻ ഗിറ്റാർ വായിക്കുമോ? ഡസ് ഹി പ്ലേ ദി ഗിറ്റാർ? ഡസ് ഹി പ്ലേ ദി ഗിറ്റാർ? അത് ശരിയായി പ്രവർത്തിക്കുമോ? ഡസ് ഇറ്റ് വർക്ക് പ്രോപ്പർലി? ഡസ് ഇറ്റ് വർക്ക് പ്രോപ്പർലി? ശരിയായി പ്രവർത്തിക്കുമോ? സോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമുക്ക് ഡസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എപ്പോൾ? ഹി ഷീറ്റ് സബ്ജക്റ്റ് ആയി വരുമ്പോൾ. ഓക്കെ, ഇനി ഡിഡ് വെച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമ്മൾ പാസ്റ്റ് ടെൻസിലുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെ കൂടെയും നമ്മൾ ഡിഡ് തന്നെ യൂസ് ചെയ്യും കേട്ടോ. സോ അതിൻ്റെ സ്ട്രക്ചർ എന്താണ്? ഇതുപോലെ തന്നെയാണ്. ഡിഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് ബേസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ മാർക്ക്, അത് മറക്കരുത്. ഓക്കെ, എക്സാമ്പിൾസ് നോക്കാം. നീ ഇന്നലെ മത്സരം കണ്ടോ? ഇന്നലെ ഒരു മാച്ച് ഉണ്ടായിരുന്നു, അത് നീ കണ്ടോ? ഞാൻ ചോദിക്കാം. ഡിഡ് യു വാച്ച് ദി മാച്ച് യെസ്റ്റർഡേ? ഡിഡ് യു വാച്ച് ദി മാച്ച് യെസ്റ്റർഡേ? ഇന്നലെ മാച്ച് കണ്ടോ? അവൾ മെസ്സേജ് അയച്ചോ? അവൾ അയക്കാൻ പറഞ്ഞിരുന്നു, അയച്ചോ? ഡിഡ് ഷീ സെൻഡ് ദി മെസ്സേജ്? ഡിഡ് ഷീ സെൻഡ് ദി മെസ്സേജ്? അവൻ ഡോക്യുമെന്റ്സ് കൊണ്ടുവന്നോ? എന്ന് ചോദിക്കാം. ഡിഡ് ഹി ബ്രിങ് ദി ഡോക്യുമെന്റ്സ്? ഡിഡ് ഹി ബ്രിങ് ദി ഡോക്യുമെന്റ്സ്? അവർ മീറ്റിങ്ങിൽ പങ്കെടുത്തോ? ഡിഡ് ദേ അറ്റൻഡ് ദി മീറ്റിംഗ്? ഡിഡ് ദേ അറ്റൻഡ് ദി മീറ്റിംഗ്? സോ ഇത്രയേ ഉള്ളൂ ഡു ഡസ് ഡിഡ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കൽ. വളരെ എളുപ്പമാണ്. അപ്പോൾ ഡു ഡസും ഡിഡും നമ്മൾ പോസിറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ അഫിർമേറ്റീവ് സെന്റൻസിൽ എങ്ങനെ പറയേണ്ടത് എന്ന് നമ്മൾ പഠിച്ചു. ആൻഡ് ഓൾസോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എങ്ങനെ പറയേണ്ടതെന്നും പഠിച്ചു. ഇനി നമുക്ക് നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ അതെങ്ങനെ പറയും? അതിന്റെ സ്ട്രക്ചർ നോക്കണ്ടേ? സോ നമുക്ക് നോക്കാം. അപ്പോൾ ഡു ആണ്, അതായത് ഐ യു ദേവി വരുമ്പോഴാണ് നമ്മൾ ഡു യൂസ് ചെയ്യുന്നത്. സോ അതിന്റെ നെഗറ്റീവ് സെന്റൻസിന്റെ സ്ട്രക്ചർ നോക്കാം. സബ്ജക്ട് പ്ലസ് ഡു നോട്ട്, അതായത് ഡോണ്ട് പ്ലസ് ബേസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റ്. ഓക്കെ, അവർ ഉച്ചത്തിൽ സംസാരിക്കുന്നില്ല. എങ്ങനെ പറയാം? ദേ ഡു നോട്ട് സ്പീക്ക് ലൗഡ്ലി. ഓക്കെ, ദേ ഡു നോട്ട് സ്പീക്ക് ലൗഡ്ലി. എനിക്ക് തിരക്കുള്ള സ്ഥലങ്ങൾ ഇഷ്ടമല്ല. I don't like crowded places. I don't like crowded places. ഓക്കെ, സിമ്പിൾ ആണ്. അതിന് സബ്ജക്റ്റ് ദെൻ ഇവിടെ അയ്യുദേവി ആയതുകൊണ്ട് എന്താണ് നമ്മൾ ഡോണ്ട് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ വെർബ് കൊടുക്കുക, ഒബ്ജക്റ്റ് കൊടുക്കുക. നമ്മൾ രാത്രി പുറത്തു പോകുന്നില്ല. വി ഡോണ്ട് ഗോ ഔട്ട് അറ്റ് നൈറ്റ്. വി ഡോണ്ട് ഗോ ഔട്ട് അറ്റ് നൈറ്റ്. നീ എന്നെ കേൾക്കുന്നില്ല. ഞാൻ പറയുന്ന ഒന്നും നീ കേൾക്കുന്നില്ല. യു ഡോണ്ട് ലിസൺ ടു മീ. യു ഡോണ്ട് ലിസൺ ടു മീ. ഇനി സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ നെഗറ്റീവിലോട്ട് മാറ്റുമ്പോൾ ഡസിൻറ്റ് അല്ലെങ്കിൽ ഡസ് നോട്ട് ആണ് യൂസ് ചെയ്യേണ്ടത്. അതിൻ്റെ സ്ട്രക്ചർ നോക്കാം. സബ്ജക്ട് പ്ലസ് ഡസ് നോട്ട്, അതായത് ഡസ് ഇറ്റ് പ്ലസ് ബേസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, അവൻ വേഗത്തിൽ ഡ്രൈവ് ചെയ്യുന്നില്ല. എങ്ങനെ പറയാം? ഹി ഡസ് നോട്ട് ഡ്രൈവ് ഫാസ്റ്റ്. അവൾ ഭയാനകമായ സിനിമകൾ കാണാറില്ല. ഷീ ഡസ് നോട്ട് വാച്ച് ഹൊറർ മൂവീസ്. അവൾ സോഷ്യൽ മീഡിയ കൂടുതലായി ഉപയോഗിക്കുന്നില്ല. എങ്ങനെ പറയാം? നടക്കാത്ത കാര്യമാണെന്നാൽ നമുക്ക് പറയാം. എങ്ങനെ പറയാം? ഷീ ഡസ് നോട്ട് യൂസ് സോഷ്യൽ മീഡിയ മച്ച്. ഇനി നമുക്ക് ഡിഡ് ആണ് നെഗറ്റീവിലോട്ട് മാറ്റേണ്ടതെങ്കിലോ എങ്ങനെ വരും? ഡിഡിൻ്റ് ആയിട്ട് മാറും. ഓക്കെ, സോ സബ്ജക്ട് പ്ലസ് ഡിഡിൻ പ്ലസ് ബേസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. സോ ഇത് പാസ്റ്റ് ടെൻസ് ആണ്. ഡിഡ് പാസ്റ്റ് ടെൻസ് ആണ്. ഡോണ്ട് ഡിസും പ്രസന്റ് ടെൻസിലാണ് കേട്ടോ. ഡിഡ് നമ്മൾ പാസ്റ്റിലുള്ള എല്ലാ സബ്ജക്ട്സിന്റെ കൂടെയും യൂസ് ചെയ്യും കേട്ടോ. അവൾ പരിപാടിയിൽ ചേർന്നില്ല. ഷീ ഡിഡിൻ ജോയിൻ ദി പ്രോഗ്രാം. അവർ മ്യൂസിയം സന്ദർശിച്ചില്ല. ദേ ഡിഡിൻ വിസിറ്റ് ദി മ്യൂസിയം. ഞങ്ങൾ അവിടെ അധിക നേരം നിന്നില്ല. വി ഡിഡിൻ സ്റ്റേ ദർ ഫോർ ലോങ്. ഒരുപാട് നേരം ഞങ്ങൾ അവിടെ നിന്നില്ല.
മാർക്ക്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഡു ഡസ് ഡിഡ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്നായിട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. I hope you understood this video. If you like this video, do like, share, comment and subscribe. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ.